ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില കുട്ടികളൊന്നും അമൃതം പൊടി കഴിക്കില്ല, എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് സ്പെഷ്യലായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം, അവർ ഉറപ്പായാലും കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കണം, ഗ്യാസിലല്ല. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് അമൃതം പൊടി, അരി, ഏലക്ക, പിന്നെ തേങ്ങ ചിരവിയത്, നെയ്യ്, വെല്ലം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അത് അരിയുണ്ട തന്നെ, അരിയുണ്ട മാറി നിൽക്കും, അത്രയും എമാതിരി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ വെല്ലം നമുക്ക് പാവ് കാച്ചാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഈ ചട്ടി നമ്മൾ അടുപ്പിൽ വെക്കണ കാരണം വെല്ലം പാവ് കാച്ച അടുപ്പിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ഗ്യാസിൽ വെക്കാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് 3 വെച്ച് വെല്ലം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ അരി എടുക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ 2 വെച്ച് മതിയാവും. അപ്പോൾ അരി എടുത്തത് കൊണ്ട് 3 വെച്ച് എടുത്ത് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി നന്നായി നാഴി അരിയാണ് ഞാൻ എടുത്തത്. ഒരു പാക്കറ്റ് അമൃതം പൊടിക്ക് നാഴി അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം പോലെ എടുക്കുക. അപ്പോൾ ചിലർ അളവ് ചുരുക്കി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഒരു നാഴിൻ്റെ പാതി, ഒരു 1/2 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് അമൃതം പൊടി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ എടുത്തത് ഒരു നാഴി അരിയും പിന്നെ ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അരി നന്നായി വറുത്തതിന് ശേഷം അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി വയ്ക്കാം. അത് നന്നായി ചൂടാറിയിട്ട് വേണം അത് പൊടിച്ചെടുക്കാം. അരിൻ്റെ ഒപ്പം ഒരു 3-4 ഏലക്കായി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അരി വറുക്കുമ്പോൾ തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങൻ്റെ ഒപ്പം ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അരി വറുക്കുമ്പോൾ തന്നെയാണ് ഇട്ട്. പിന്നെ ആ പാത്രം തന്നെ ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് പിന്നെ അതിലോട്ട് നമുക്ക് ഇനി ചേർക്കേണ്ടത് നെയ്യാണ്. നെയ്യും തേങ്ങയും കൂടി നന്നായി ചേർത്ത് നെയ്യ് ഒഴിച്ച് തേങ്ങ നന്നായി വതക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെയ്യ് ഒഴിച്ച് ചൂടാവാന്ന് പറയാനില്ല, ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ചതും അതങ്ങനെ ഉരുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായി ചേർത്ത് കൊടുത്ത് ചോക്കനെ ഒരുവിധം ചൂടാക്കി വറുത്തെടുക്കുക. നല്ലൊരു മണം വരുന്നവരെ വറുക്കുക. ഞാൻ തേങ്ങ ചിരവിയത് ശരിയായില്ല, കാരണം പൂണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. ചിരകുമ്പോൾ നൈസായി പൊടിയായി ചിരകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എന്നെ പോലെ മണ്ടത്തരം ചെയ്യണ്ടാരും, പൂണ്ടിടണ്ട. അപ്പോൾ ഞാൻ കുട്ടികളെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണം പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു രാവിലെ എണിച്ചതും. അപ്പോൾ ഞാൻ അതിനൊന്നും സമയമില്ല, അവർ കരയുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്താണ്. ആ തേങ്ങ ആയതും ഞാൻ അതിലോട്ട് അമൃതം പൊടിയാണ് അടുത്ത് ചേർക്കുന്നത്. ആ ഒരു പാക്കറ്റ് അമൃതം പൊടി ഞാൻ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായി ചൊക്കനെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഒരു കളർ മാറും, നല്ല മണവും വരും. അപ്പോൾ അത് അങ്ങനെ വറുത്തെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ആരെയും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ് ചെയ്യണം. നമ്മുടെ ലോങ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അമൃതം പൊടി നമുക്ക് നന്നായി വറുത്തെടുക്കാം, നന്നായി കളർ വേണം. ആ സമയം കൊണ്ട് നമ്മുടെ അരി ഇപ്പോൾ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് പൊടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അരി ആ സമയം കൊണ്ട് പൊടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 പ്രാവശ്യം പൊടിച്ചെടുക്കേണ്ടി വന്നു കേട്ടോ അരി. ഞാൻ അരിയിൽ ഏലക്ക മാത്രം ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അരിയും ഏലക്കായും കൂടി വറുത്തെടുത്ത് നന്നായി പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായി പൊടിയാൻ പാടില്ല, നമുക്ക് ഉണ്ട പിടിക്കുമ്പോൾ കിട്ടില്ല. ഇടയ്ക്ക് ഒരു തരിതരി കടിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ അമൃതം പൊടിയിലോട്ട് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. എല്ലാവിടെയും ഒന്ന് മിക്സ് ആവണം, നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അരി പൊടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നന്നായി ഫൈനായി ഒരിക്കലും പൊടിക്കാൻ പാടില്ല. നമ്മുടെ അമൃതം പൊടി നല്ല ഫൈനാണ്. അപ്പോൾ അതേപോലെ തന്നെ അരിയും പൊടിച്ചാൽ ചിലപ്പോൾ അത്ര ഒരു ടേസ്റ്റ് പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ ഒരു തരിതരി ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ഒരു കടിക്കാനും നല്ല ഒരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വെല്ലപ്പാവ്, അത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ വെല്ലം പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് നമുക്ക് കുറേശ്ശെയായി ഇളക്കി കൊടുക്കാം കേട്ടോ.
കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇളക്കി കൊടുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പാവ് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. അപ്പോൾ മോനാണ് വീഡിയോസ് എടുക്കണം, മൂത്ത മോനാണ്, വലിയ മോനാണ്. അപ്പോൾ അവനങ്ങനെ പെർഫെക്റ്റായിട്ടൊന്നും വീഡിയോ പിടിക്കാനൊന്നും അറിയില്ല, ക്യാമറ ഫോണായാലും. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നന്നായി നമ്മൾ കുറച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 ഇച്ച് വെള്ളത്തിന്. അപ്പം ഞാൻ കൂടുതൽ എടുത്ത കാരണമാണ് അപ്പം അത്ര ഒഴിച്ചത്, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ അളവിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ചിലവർ കുറേശ്ശേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാവരും കഴിക്കുകയും ചെയ്യും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഉണ്ടാക്കുമ്പോൾ താഴെ തന്നെ എല്ലാ കുട്ടികളും നിൽക്കുന്നുണ്ട്, മക്കളൊക്കെ നിൽക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പാറൂസാണ് മെയിനായി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഇതിങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ കുട്ടികൾ എന്താ അമൃതം പൊടി കഴിക്കുന്നില്ല എന്നൊരു പരാതി പറയില്ല. എത്ര കുഞ്ഞു മക്കൾക്കായാലും അത്രയും ടേസ്റ്റിയാണ്. നെയ്യിൻ്റെയും തേങ്ങയുടെയും ഏലക്കായുടെ മണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാവക്ക മതിയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാറൂസ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്തിരി ചൂടാറിയിട്ട് നമുക്ക് ഉണ്ട പിടിക്കും. നല്ല ചൂടാണ്. അപ്പോൾ ഇത്തിരി ആറാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ മക്കളെ സമ്മതിക്കില്ല, നല്ല ചുട്ടുപൊള്ളുണ്ട്, നല്ല ചൂടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ട ഉണ്ടാക്കട്ടെ. ഇനി നമുക്ക് കുറേ ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ചെറിയ ചെറിയ ബോൾ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ എന്താണ് വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിയുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച, സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിയും. സ്കൂളില്ലാത്ത ദിവസം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ അത് കഴിച്ചു കഴിയും. ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം വേണ്ട, ഇതുണ്ടാക്കിയാൽ പിന്നെ മക്കൾക്ക് ചോറ് പറഞ്ഞത് വേണ്ട, ഇതന്നെ മതി. അതേപോലെ അമൃതം പൊടി വറുത്ത് വെക്കുക, അതും ഇതേപോലെ ഒരു സ്പെഷ്യൽ ട്രിക്കാണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അങ്ങനെ ചെയ്താലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ പിന്നെ അമൃതം പൊടി വേണ്ടാന്നൊരു വാക്ക് പറയില്ല. ഞാൻ വറുത്ത് 2 പാക്കറ്റ് എടുത്ത് വറുത്ത് ഒരു കുപ്പിയിൽ നനവൊക്കെ തുടച്ചാക്കി വെച്ച കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അവിലസ് പൊടി പോലെ വറുത്ത് വയ്ക്കും. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഉണ്ട അല്ലാതെ അമൃതം പൊടി തനിച്ചാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ല. അപ്പം ഇങ്ങനെയാകുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അത് എത്ര ചെറിയ കുട്ടികൾ, കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അവർ കഴിക്കും. അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അയക്കണം. അപ്പോൾ നമ്മൾ ബോളുകൾ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ കുറച്ച് മാറ്റിയതാ, ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയവർക്കായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അമൃതം പൊടി തനിയെ ഉണ്ടയുണ്ടാക്കി കഴിക്കില്ല. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അമൃതം പൊടി വെറുതെ അങ്ങനെ ഉണ്ടയുണ്ടാക്കിയിട്ട് കഴിക്കില്ല. എൻ്റെ മോൻ ഫോർമാലിറ്റിക്ക് കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അയ്യോ അവന് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവൻ ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോർമാലിറ്റി, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ അടുത്തന്നെ മക്കളിതാ പാറൂസ് കണ്ടില്ലേ, ഉണ്ട കഴിക്കാൻ വേണ്ടി നിൽക്കുന്നതാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.